PR Planet. ഇന്ന് ഞങ്ങൾ വളരെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ iPhone 13 Pro Max നമ്മുടെ കയ്യിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂടെ ഇരുന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആപ്പിളിൻ്റെ മാത്രം ഉള്ള ഒരു പ്രത്യേക ഓപ്പണിങ്, അത് ആ ഒരു ഭയങ്കര ഫീലോടെ തന്നെ ഞാനിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. സൂപ്പർ എക്സൈറ്റഡ്. വാവ്, അമേസിങ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും എന്നെക്കാളും കൂടുതൽ ഏട്ടൻ്റെ ഭയങ്കര ഡ്രീം കം ട്രൂ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണിത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ സിൽവർ 13 Pro Max നമ്മൾ ആ കയ്യിലേക്ക് എടുക്കുകയാണ്. ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് പ്രോ ക്യാമറ ഉള്ള ഫോണാണ് ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച്. അപ്പോൾ നമ്മൾ മുകളിലത്തെ സ്റ്റിക്കർ നമ്മൾ അൺവീൽ ചെയ്യുകയാണ്. വാവ്, നല്ല ഷൈനി ടെക്സ്ചർ തന്നെയാണ് ഇതിന് നമ്മുടെ ഫോണിലുള്ളത്. സൈഡ് എഡ്ജസ് ആണ് കുറച്ചും കൂടി മെറ്റാലിക് സിൽവർ ആയിട്ട് വരുന്നത്. ബാക്ക് പോർഷൻ ഒരു വൈറ്റിഷ് തന്നെയായിട്ടാണ് വിത്ത് ദി ആപ്പിൾ സിമ്പിളും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ ആസ് യൂഷ്വൽ ഒരു സിം ഇജക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചാർജിങ് വയേഴ്സ് ഉണ്ട്. പക്ഷേ അഡാപ്റ്റർ ഇല്ല, നമ്മൾ സെപ്പറേറ്റ് അത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ആപ്പിളിൻ്റെ തന്നെ ഒറിജിനൽ വാങ്ങുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റി ആയിരിക്കും ചാർജിങ്ങിനൊക്കെ. അപ്പം ഞങ്ങൾ ഒരെണ്ണം ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ iPhone 13 Pro Max നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിയ ആപ്പിൾ ഫോണാണിത്. വെരി ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ നമ്മുടെ അതിന് കൂടെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫോൺ കവറാണ്, ഫോൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നെ വാങ്ങേണ്ടത് നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ ചാർജർ വാങ്ങണം. അത് വാങ്ങാതെ വേറൊരു വഴിയില്ലല്ലോ. അത് തന്നെ നമ്മൾ ആപ്പിളിൻ്റെ തന്നെ ചാർജർ വാങ്ങുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ മാക്സ് ചാർജർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കേസസ് ഇവിടെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. കുറച്ച് കോസ്റ്റ്ലി ആണത്, പക്ഷെ ഞങ്ങൾ പ്രിഫർ ചെയ്തത് സാധാ ടൈപ്പ് ട്രാൻസ്പെറൻറ്റ് കവർ തന്നെയാണ്. അപ്പോൾ പ്രൈസ് റേഞ്ച് വരുന്നത് ഇപ്പം ഞങ്ങൾ മാൾട്ടയിലാണ്. അപ്പം 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്ന ഈ ഫോണിന് പ്രൈസ് റേഞ്ച് €1450 ആണ്. ഇനി മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ക്യാമറ നമുക്ക് സാധാരണ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന പോലെ ഫോട്ടോ മോഡുണ്ട്, നമ്മുടെ പോർട്രേറ്റ് മോഡുണ്ട്. പോർട്രേറ്റിൽ തന്നെ നാച്ചുറൽ ലൈറ്റ്, അപ്പോൾ നാച്ചുറൽ ലൈറ്റിൽ എടുത്താണ് കാണുന്നത്. അങ്ങനെ പല നമുക്ക് ഓപ്ഷൻസ് വേറെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നാച്ചുറൽ ലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് ഏതാ സ്റ്റുഡിയോ ലൈറ്റ്, അങ്ങനെ പല ഇതുണ്ടോ. ഇപ്പോൾ ഈ കോണ്ടോർ ലൈറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണോ ആ പിക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് അതിനെ ഡിസൈഡ് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മുടെ ഫോട്ടോയിൽ തന്നെ നമുക്ക് സൂമിങ് 0.5, 1x, 3x ഉണ്ട് വിത്ത് നല്ല അടിപൊളി ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും ഐഫോണിലെടുത്ത്. ഓഫ് കോഴ്സ് അറിയാമല്ലോ, ഐഫോണിലെടുത്തും സാധാ ക്യാമറയിലെടുത്തും. പിന്നെ ആസ് യൂഷ്വൽ വീഡിയോയിൽ തന്നെ ഒരു പുതിയ ഇതുണ്ട്, സിനിമാറ്റിക് മോഡിലായിട്ട് ഇടാം നമുക്ക്. പിന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ് ആസ് യൂഷ്വൽ എല്ലാ ഫോണിലുള്ള പോലെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാക്രോ ലെൻസിൻ്റെ പ്രവർത്തനം തന്നെയാണ്. നമുക്കിപ്പം നല്ല മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ക്യാമറ നീക്കുമ്പോഴത്തേക്കും ഈ മാക്രോ ലെൻസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു മോഡിലേക്ക് മാറി, ലൈക്ക് മാക്രോ ലെൻസിൻ്റെ മോഡിലേക്ക് മാറി കണ്ടോ, ഓട്ടോ ഫോക്കസ് ചെയ്യുന്നതാണ്, ഫോക്കസ്ഡ് ആവുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഫോട്ടോ എടുക്കുന്ന പോലെ ജസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, നല്ല ആ ഒരു നമ്മുടെ ആ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ എല്ലാ പാർട്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആണെങ്കിലും നമുക്ക് അത്രയും ഫോക്കസിങ് ഇതിനകത്ത് ക്ലാരിറ്റിയിലേക്ക് വരുന്നുണ്ട് ഈ മാക്രോ ലെൻസിൻ്റെ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിവ്യൂസും കമൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതും വരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.